നമ്മളുണ്ടാക്കിയ വിള ഇങ്ങനെ സ്വസ്ഥമായിരുന്ന് വിളവെടുക്കുന്നതിൽ പരം ആനന്ദം വേറെന്തുണ്ട്? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനമൊക്കെ മറ്റൊരു ജോലിയിലും കിട്ടുകയില്ല. അപ്പോൾ വീഡിയോ ഒക്കെ തുടർന്ന് കാണുക. അപ്പോൾ ഇന്ന് നമ്മുടെ കുരുമുളക് പറിക്കുന്ന വീഡിയോ ആണ്. കുരുമുളകൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിൽ മിക്കതും നമുക്ക് പറിച്ചെടുക്കാനുള്ള രൂപത്തിലാണ് നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ളത്. പിന്നെ 2-3 കാലം മാത്രമേ നമ്മളൊരാളെ വിളിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മൾ കൃഷി ചെയ്തത് നമുക്ക് തന്നെ ഇങ്ങനെ പറിച്ചെടുക്കാൻ വലിയ ഭാരമൊന്നുമില്ലാതെ അതിൻ്റെ ഒരു നല്ലൊരു രസമാണ്. അപ്പോൾ ആ രസങ്ങളൊക്കെയാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയാനുണ്ട്. കുരുമുളകിനെ കുറിച്ച് തന്നെ നമ്മൾ കണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അത് നിങ്ങൾ ഉൾക്കൊണ്ട്, കുരുമുളക് കൃഷിക്കാരൊക്കെയാണ്, കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ട് നമ്മൾ കുരുമുളകൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ നമുക്ക് വിളവ് കിട്ടും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മളിവിടെ പറയുന്നത്. കുരുമുളക് നമുക്ക് നല്ല വിളയായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇടതൂർന്ന തോക്കകളും, ഇതിനെ തോക്ക എന്നാണ് നമ്മൾ പറയുക, കുരുമുളകിൻ്റെ തോക്ക എന്ന്. അപ്പോൾ ഓരോ വർഷവും നമുക്ക് കുരുമുളക് നല്ല ലാഭകരമായിട്ട് ലഭിക്കണമെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് കുരുമുളക് ലഭിക്കണം. ചുരുങ്ങിയത് ഈ രീതിയിലെങ്കിലും നമുക്ക് ലഭിക്കണം. നല്ല തിങ്ങിയ തോക്കയോട് കൂടി നല്ല കനമുള്ള മണി, നല്ല വലിപ്പമുള്ള കനമുള്ള മണി, പിന്നെ നല്ല നീളമുള്ള തോക്ക, പിന്നെ കുരുമുളക് കാലിൽ ഇടതൂർന്ന് തിങ്ങി നിൽക്കുന്ന തോക്ക. ഈ രീതിയിലാണ് നമുക്ക് കുരുമുളക് ഓരോ വർഷവും ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ഏറെക്കുറെ കുരുമുളകിൻ്റെ കാലുകളൊന്നും വേണ്ടി വരില്ല. വളരെ കുറച്ച് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭകരമായിട്ട് കുരുമുളക് നമുക്ക് ലഭിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വർഷത്തോടു കൂടി നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന വള്ളി ഗുണനിലവാരമുള്ള വള്ളിയായിരിക്കണം. നല്ല നീളമുള്ള തോക്കയുള്ള വള്ളിയായിരിക്കണം. പിന്നെ കുരുമുളകൊക്കെ കനമുള്ള രീതിയിലുള്ള നല്ല നിലവാരമുള്ള വള്ളി തന്നെ ആയിരിക്കണം. ഒന്നാമത്തേത് അതാണ്. ഇനിയിപ്പോൾ നിലവാരമുള്ള വള്ളിയാണെന്ന് കരുതി നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ട് നട്ടാൽ അത് അതിൻ്റെ നമ്മൾ കണ്ട നിലവാരമൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മൾ നടുമ്പോൾ കുറച്ചൊക്കെ അതിന് വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. തെങ്ങ് കഴിഞ്ഞ് എന്നുള്ളതൊന്നും മരങ്ങൾ, വലിയ വലിയ മരങ്ങളൊന്നും അതിന് വലിയൊരു തണലായിട്ടൊന്നും തോന്നില്ല. കാരണം അതിൻ്റെ ഇടയിലൂടെയൊക്കെ വെയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആ വെയിൽ കിട്ടിയാൽ തന്നെ അത് കുരുമുളകിന് അത്രയൊക്കെ മതി. എന്നാൽ നമ്മൾ ഈ വാഴക്കുടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ വാഴ, അപ്പോൾ അതിൻ്റെ തോട്ടത്തിലൊക്കെ നമ്മൾ കുരുമുളക് എങ്ങനെ വെച്ചാലും അതിന് നല്ല രീതിയിൽ വെയിലും കിട്ടില്ല. പിന്നെ ഈ വാഴങ്കയും മറ്റുമൊക്കെ കൂടി വന്ന് ഈ വർഷക്കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞാലും ഇതിന് വെള്ളം ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് അത് വലിയൊരു ദോഷമാണ്. ഇപ്പോൾ മഴക്കേട് കണ്ടമാനം പല രീതിയിലും മഴക്കേട് വരുന്നുണ്ട്. മഴ ഇങ്ങനെ നിൽക്കാതെ കുറേ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കേടുപാടുകൾ വരും. അപ്പോൾ ആ കേടുപാടിൻ്റെ കൂടെ തന്നെ പിന്നെ ഈ വാഴക്കുടിലൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ മഴ തോർന്നാലും അതിൻ്റെ വെള്ളം വറ്റാത്ത രീതിയിൽ കുരുമുളകിൽ ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഈ കുരുമുളക് തോക്ക ഉണ്ടാകുന്ന സമയത്ത് അതിന് ദോഷകരമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുരുമുളക് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച പോലെ കുരുമുളകിൻ്റെ ഒരു തോക്കയിൽ 8-9 മണി മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നമുക്ക് ഇപ്രാവശ്യം പറ്റിയ പണി. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, നടുമ്പോൾ നല്ല കുറച്ചൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം. മരക്കുടിൽ എന്ന് പറഞ്ഞാൽ തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ളതൊന്നും പ്രശ്നമില്ല. വലിയ തെങ്ങ് കവുങ്ങൊന്നും അങ്ങനെ വലിയ ദോഷങ്ങളൊന്നും വരില്ല. വലിയ മരങ്ങളൊന്നും വലിയ ദോഷം വരില്ല. പക്ഷേ മരക്കുടിലൊക്കെ പിന്നെ വാഴക്കുടിലൊക്കെ ആകുമ്പോൾ അതൊരു വലിയ ദോഷം തന്നെയാണ്. ഞാനിവിടെ കണ്ട നേരത്തേക്ക് നമ്മൾ പറഞ്ഞിടാം. നമ്മൾ ഈ വാഴക്കുടിലുള്ള സ്ഥലത്തു നിന്നൊന്നും നമുക്ക് തീരെ കുരുമുളക് കിട്ടാത്തത് വളരെ നുള്ളുമ്പോൾ തന്നെ ഒരു വേദന തോന്നി. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വലിയ തോക്കോട് കൂടിയിട്ട് ഉണ്ടായ കുരുമുളക് നുള്ളുമ്പോൾ ഇങ്ങനെ ഒന്നാകെ സങ്കടം പോലെ തോന്നി. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്. ഈ വെയിലൊക്കെ ഇതിനെ അടിക്കുന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ഇപ്പോൾ എണ്ണം കുറവാണെങ്കിലും കുരുമുളക് നല്ല കനമുണ്ടാവും. അത് നമ്മളിവിടെ കണ്ട കാഴ്ചയിലാണ് നമ്മളിവിടെ പറയുന്നത്. ഓരോ അനുഭവം വെച്ചിട്ടാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. അത് നിങ്ങൾക്കും കൂടി പങ്കുവെക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളപ്രയോഗമാണ്. നമ്മളിപ്പോൾ ഈ മുറ്റത്ത് വെച്ച് കുറ്റി കുരുമുളകിന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വലിയ തോക്കയും, നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ തോക്കയും വലിയ രീതിയിലുള്ള പിന്നെ നല്ല വലിയ കുരുമുളകൊക്കെയാണ് കിട്ടിയത്. നല്ല കനമുള്ള കുരുമുളകും ഇടതൂർന്ന
കുരുമുളകും, ഇടതൂർന്ന് തിങ്ങിയ കുരുമുളകും പിന്നെ അതിൻ്റെ വലിയ തോക്കയും ഒക്കെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലഭിച്ചത്. എന്നാൽ ഇപ്രാവശ്യം നമുക്കത് ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണം നമ്മളതിന് വളപ്രയോഗം നടത്തിയിട്ടില്ല. മുറ്റത്ത് അതിന് എന്ത് വളമാണ് നമ്മൾ വളപ്രയോഗം നടത്താതെ നമ്മൾ എന്ത് വളമാണ് അതിന് കിട്ടുക? ഒന്നും കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ അതിന് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളമിട്ട് കൊടുക്കാൻ. കാരണം നമ്മളെ കാലങ്ങളിലൊക്കെ നമ്മളെ വീട്ടിൽ നമ്മളെ ഈ നാട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ പറമ്പിൻ്റെ ഇടയിലൊക്കെയുള്ള പടുമരങ്ങളിലൊക്കെ കുരുമുളക് അങ്ങോട്ട് വെച്ച് ഇടും. അത് അതിൻ്റെ ഇഷ്ടത്തിന് കയറി പോകും. വർഷക്കാലത്ത് മഴ പെയ്താൽ അതിന് വെള്ളം ലഭിക്കും, അല്ലെങ്കിൽ വെള്ളം ലഭിക്കില്ല എന്നുള്ള രീതിയിലാണ് അത് വളരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അത് വളരുന്നതും ആ രീതിയിലാണ് അത് കുരുമുളക് തരുന്നതും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഒരു വളപ്രയോഗം നടത്തലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്, വർഷക്കാലത്തും വെള്ളം കൊടുക്കുന്നുണ്ട്, വേനൽക്കാലത്തും വെള്ളം കൊടുക്കുന്നുണ്ട്. വളപ്രയോഗം ഇല്ലാതെ കുരുമുളക് എങ്ങനെ വളരും എന്ന് നോക്കിയതാണ് ഇപ്രാവശ്യം ഞാൻ ഇവിടെ നമ്മുടെ മുറ്റത്തുള്ള കുറ്റി കുരുമുളകിന്. അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കിയതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിവരിക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്തതാണ്. കുരുമുളകിന് വളം ഇടണ്ട എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ എന്ന് ശരിവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അത് ശരിയല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുരുമുളകിൻ്റേതായിട്ടുള്ള വളപ്രയോഗം നടത്തണം. കുറച്ച് ചാണകപ്പൊടിയോ പച്ച ചാണകമോ ഒക്കെ നമ്മൾ കുരുമുളക് പറിച്ച് കഴിഞ്ഞ് പിന്നെ അതിന് ഇട്ട് കൊടുക്കണം. പിന്നെ അത് പിടിക്കുന്നവരെ നനച്ച് കൊടുക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓരോ പിടി എല്ല് പൊടിയും കൂടി അതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ നമുക്ക് തോക്കുകൾ ലഭിക്കും. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കണം. നല്ല കുരുമുളക് വള്ളിയായിരിക്കണം, പിന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലത്തേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ നമ്മൾ മോശമുള്ള വള്ളിയാണ് നമ്മൾ കൂടുതൽ വളപ്രയോഗം നടത്തിയോണ്ട് നമുക്കത് കാര്യമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് കുരുമുളക് നല്ല രീതിയിലൊക്കെ നമുക്ക് ലഭിക്കുക. ഇത് കണ്ടോ, ഇതുപോലെ നല്ല രീതിയിലൊക്കെ കുരുമുളക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള കുരുമുളക് മണികളാണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളൊന്നുകൂടെ പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇവിടെ മുറ്റത്തുള്ളതിനൊന്നും വളപ്രയോഗം നടത്തിയിട്ടില്ല. അതിൻ്റെ ഗുണമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിത് ഫോളോ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുരുമുളക് ലഭിക്കും. പിന്നെ മഴക്കെടുതി വരുന്നതൊന്നും അത് പിന്നെ നമ്മളെ ആരെയും കുറ്റങ്ങളല്ല, അത് പിന്നെ ഓരോ കാലാവസ്ഥയുടെ ഒക്കെ മോശങ്ങളാണ്. പിന്നെ പറമ്പിൽ നമ്മൾ കഴുങ്ങിന് തെങ്ങിനൊക്കെ അതിൻ്റെ മേലെയൊക്കെയാണ് നമ്മൾ കുരുമുളക് കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുങ്ങിന് തെങ്ങിന് ഇട്ട് കൊടുക്കുന്ന വളം തന്നെ അവർ വലിച്ചെടുക്കും. അപ്പോൾ അത് അവർക്കും കൂടി ഉള്ളതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കനത്തിലിട്ട് കൊടുത്താൽ അത്രയും മതി. അപ്പോൾ അതിനായിട്ട് വേറെ വളപ്രയോഗം നടത്തണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴുങ്ങിലുള്ളത് തെങ്ങിലുള്ളതൊന്നും വലിയ മോശമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ വായംകുടലിൽ പെട്ടതിൻ്റെ പല ദോഷങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് വളം ഇട്ടിട്ടും കാര്യമില്ല. ഈ വായംകുടലിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ വളം ഇട്ടതുകൊണ്ടോ നല്ല വള്ളി ആയതുകൊണ്ടോ യാതൊരു കാര്യമില്ല. നമ്മളിപ്പോൾ 4 വർഷമായി ഈ കുരുമുളക് കൃഷിയുമായിട്ട് തുടങ്ങിയിട്ട്. നമ്മൾ 4 വർഷത്തിൻ്റെ മുമ്പേ ഉണ്ടായിരുന്നത് ആകെ ഒരു കുരുമുളക് കാലാണ്. അതിൻ്റെ മുമ്പേ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ട കുരുമുളകിൻ്റെയൊക്കെ കാലിൻ്റെയൊക്കെ മദർ പ്ലാന്റാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഈ മദർ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഈ കുരുമുളക് മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഒരു 5 വർഷം കൂട്ടിയാൽ 5 വർഷം ഉണ്ടാവും. 5 വർഷത്തിൽ ആണ് നമ്മൾ ഈ കുരുമുളകൊക്കെ ഉണ്ടാക്കിയത്. അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും കുരുമുളക് ലഭിച്ചത്. എന്നാലും ഈ 5 വർഷം കൊണ്ട് നല്ല രീതിയിലൊക്കെ നമുക്ക് കുരുമുളകൊക്കെ ലഭിച്ചിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഒന്നുമല്ലാത്ത തോട്ടം ഇങ്ങനെയൊക്കെ 5 വർഷം കൊണ്ട് ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള എഫക്റ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വർഷം ചെയ്യാനുള്ളത് ഇപ്പോൾ നല്ല രീതിയിലുള്ള വളപ്രയോഗം, വാഴംകുടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വാഴയൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ഫ്രീ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്രാവശ്യം കുരുമുളകിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കും. അപ്പോൾ അടുത്ത വർഷം നമ്മൾ കുറേയേറെ ഈ വർഷത്തിൽ കുറേയേറെ പൈപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദൈവത്തിൻ്റെ കാരുണ്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ അടുത്ത വർഷം നമുക്കതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കുരുമുളക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ കുരുമുളക് ഇപ്രാവശ്യത്തെ പറിക്കലോട് കൂടിയിട്ട് പറിച്ച് കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി പറിക്കാനുണ്ട്. അത് കൂലിക്ക് അളവ് പിടിച്ച് പറിക്കാനുള്ളതാണ്. ഇത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പറിക്കാനും, അതിൻ്റെ തോക്കയിൽ നിന്നൊക്കെ അടർത്തിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ചാലും കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ നമുക്ക് കുരുമുളക് ലഭിക്കും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ കുരുമുളക് പറിക്കുന്നതോടുകൂടി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന, നമുക്ക് അനുഭവിച്ച ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറഞ്ഞത്. ഇതുപോലൊക്കെ ചെയ്തു നോക്കിയാൽ
നല്ല രീതിയിലൊക്കെ കുരുമുളക് ലഭിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. അതിപ്പോൾ നമ്മുടെ തോട്ടത്തിലെ പലയിടത്തു നിന്നും പല രീതിയിൽ കുരുമുളക് കിട്ടിയപ്പോൾ നമുക്ക് കണ്ട കാഴ്ചയാണ്. കാരണം ഒരേ വള്ളിയാണ്, ഒരേ സ്വഭാവമാണ്. പക്ഷേ അതിന് നമ്മൾ ചെയ്തു കൊടുത്തത് പല സ്വഭാവത്തിലാണ്. ചിലയിടത്ത് കുടിലുകളിൽ, വായംകുടിലുകളിൽ, ചിലയിടത്ത് വെയിൽ കിട്ടാത്തത്, ചിലതിന് വളം ലഭിക്കാത്തത്, അങ്ങനെയുള്ള ചില പോരായ്മകളുണ്ട്. അപ്പോൾ പോരായ്മ ഇല്ലാത്തത് നല്ല രീതിയിൽ കുരുമുളക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ വള്ളി ഒരു പറമ്പിൽ പല സ്വഭാവം കാണിക്കുമ്പോൾ അത് എന്തിൻ്റെ ഇതായിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മളെ കുരുമുളകിൻ്റെ കയറുതല, കുറ്റിക്കുരുമുളകൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.